10 പ്രാവശ്യം മതി. ഓക്കെ, അടുത്തത് ഷോൾഡറിന്റെ ചെയ്യാം. ഷോൾഡറിന്റെ എങ്ങനെ കാലുകൾ അല്പം ഒന്ന് അകത്തി വെക്കുക ഇതേപോലെ. എന്നിട്ട് കൈ താത്തിടുക. ഓക്കെ, ആദ്യം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം ഷോൾഡറിന്റെ. ഓക്കെ, ശ്വാസം എടുത്തോണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്തോണ്ട് മുകളിലേക്ക്, ചെവിയുടെ സൈഡിലേക്ക് പോകും മുകളിൽ. ശ്വാസം എടുത്തോണ്ട്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. കൈമുട്ടുകളൊക്കെ നിവർത്തി വെക്കുക 10 പ്രാവശ്യം. ശ്വാസം എടുത്തോണ്ട് മുകളിലേക്ക്, കൈപ്പത്തി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രീതി, ഫേസിങ് ഔട്ട്വേർഡ്. ഓക്കെ, ബാക്കി എല്ലാ ജോയിന്റ്സും സ്റ്റില്ലായിരിക്കണം. ഓക്കെ, ബാക്കി ഒന്നും അനങ്ങാൻ പാടില്ല. ഷോൾഡറിന്റെ ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ജോയിന്റ് ഫോക്കസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, സൂക്ഷ്മവ്യായാമം ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ജോയിന്റ് മാത്രം ചലനം കൊണ്ടുവരിക, ബാക്കിയെല്ലാം നിശ്ചലമായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് സ്കന്ധചക്ര ചെയ്യാം. സ്കന്ധചക്ര എന്താണ്? ഷോൾഡർ റൊട്ടേഷൻ അല്ലെ, ഷോൾഡറിന് വേണ്ടിയുള്ള അടുത്ത എക്സസൈസ്. അപ്പം കൈ ഒന്ന് നിവർത്തി സൈഡിൽ കൊണ്ടുവരിക, പാംസ് ഫേസിങ് അപ്പ്, കൈപ്പത്തികള് മുകളിലേക്ക്. അവിടുന്ന് എങ്ങനെ കൈമുട്ടുകൾ മടക്കി കൈയിന്റെ വിരലുകൾ ഷോൾഡറിന്റെ മുകളിൽ, തോളിന്റെ മുകളിൽ കൊണ്ടിങ്ങനെ ജസ്റ്റ് വെക്കുക. ഓക്കെ, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കൈമുട്ടുകൾ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ചേർത്ത് കൊണ്ടുവരിക. പിന്നെ ശ്വാസം എടുത്തോണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുക, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. നല്ലോണം മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, അവിടുന്ന് താത്ത് കൊണ്ടുവരിക. മുന്നിൽ വരുമ്പം കൈയിന്റെ മുട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കുക. മുകളിലേക്ക് പോയി ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്കിലെ ഷോൾഡർ ബ്ലേഡ്സ്, ഓക്കെ, അത് രണ്ടും കൂട്ടിമുട്ടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 5 പ്രാവശ്യം മതി. 3, 4, 5. ഓക്കെ, അതിനുശേഷം അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1, 2. മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുത്തോണ്ടാ, താഴേക്ക് വരുമ്പോ ശ്വാസം വിട്ടോണ്ടാ. 3, 4, 5. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത കഴുത്തിന്റെ ചെയ്യാം. നമുക്ക് കൈകൾ ഇടുപ്പിൽ കൊണ്ടുവരാം. കഴുത്തിന്റെ 4 എക്സസൈസ് ചെയ്തു പോവാം. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്. ശ്വാസം എടുക്കൊണ്ട് നടുക്ക് വരാം, ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ബാക്കിലേക്ക്. 5 പ്രാവശ്യം. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് എക്സേൽ ഡൗൺ, ഇൻഹേൽ, ബാക്കിലേക്ക് പോവാം. 3, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. 4, എക്സേൽ, inhale, exhale. 5, exhale, inhale, exhale. ഓക്കെ, അടുത്തത് കഴുത്തിന്റെ ബെൻഡിങ് അല്ലെ. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് വലതേ ചെവി വലതേ ഷോൾഡറിനോട്. ശ്വാസം എടുത്തോണ്ട് നടുവിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുത്തോണ്ട് സെന്ററിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക്. ഇൻഹേൽ, എക്സേൽ. 5 പ്രാവശ്യം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, റിലാക്സ്. അടുത്ത ട്വിസ്റ്റിംഗ് ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് വലതേ സൈഡിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് എടുത്തോണ്ട് നടുക്ക് വരിക, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സെന്ററിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സെന്ററിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സെന്ററിലേക്ക്. അതും 5 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ചെയ്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചെയ്യാം. ഓക്കെ, റൊട്ടേഷനും ചെയ്യാം.
3 പ്രാവശ്യം മതി റൊട്ടേഷൻ. 5 പ്രാവശ്യം വേണ്ട, 3 പ്രാവശ്യം മതി. ഓക്കെ, റൊട്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരുപാട് കഴുത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കറക്കൊന്നും ചെയ്യില്ല. നമ്മൾ ആ ഒരു ആവേശത്തിനൊക്കെ നമ്മൾ കഴുത്തൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യും, പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരും. ഓക്കെ, അതുകൊണ്ട് സാവധാനം ചെയ്യാം. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് മെല്ലെ ലെഫ്റ്റിൽ നിന്ന് താഴേക്ക്. ഓക്കെ, 3 പ്രാവശ്യം മതി. സാവധാനം താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സെന്ററിലേക്ക്. അപ്പൊ നിങ്ങളുടെ ഈ താടി ഇങ്ങനെ തന്നെ ചേർത്ത് വെച്ച് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ ചേർത്ത് വെച്ച് തന്നെ നിങ്ങൾ ബാക്കിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ചേർന്നിരിക്കണം. ഓക്കെ, മതി. ഇത് റിലാക്സ് ചെയ്തോളൂ. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കൈയൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശരീരം അപ്പം ആസനകൾ ചെയ്യാൻ വേണ്ടി ഒരുവിധം റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പം എപ്പോഴും എക്സസൈസ് ചെയ്തിട്ട് ആസനം ചെയ്യണം. ഓക്കെ, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം എപ്പോഴും നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ ആദ്യം ചെയ്യാം ആസനം ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അതും സൂക്ഷ്മമായ ആസന പകരമായിട്ട് ചെയ്യാം. ഓക്കെ, അതൊരു വാമിംഗ് അപ്പ് ആണ്. അപ്പൊ അതിനെന്താ പറയുന്നത്? വാമിംഗ് അപ്പ്. ഓക്കെ, എന്നിട്ട് മെല്ലെ ഒന്ന് നടക്കുക, ഒന്ന് വാക്കിംഗ് ചെയ്യുക, ഒന്ന് ശരീരം ഒന്ന് ചൂടാക്കുക. കാൽമുട്ടുകൾ എത്ര മുകളിൽ കൊണ്ടുവരാൻ പറ്റും അത്ര മുകളിൽ ഒന്ന് കൊണ്ടുവരിക. ഓക്കെ, ജോഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ജോഗ് ചെയ്യാം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ മെല്ലെ നടക്കുക. കാലിന്റെ മുട്ടുകളൊന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെല്ലെ നടക്കുക. ഓക്കെ, ഒന്ന് ഫ്രണ്ടിലേക്ക് നടക്കുക, മെല്ലെ ബാക്കിലേക്ക്. ഓക്കെ, ബാക്കിലൊന്നും ചെന്ന് മുട്ടല്, ബാക്കിൽ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ബാക്കിൽ ചെന്ന് ഇടിക്കും. ഓക്കെ, അല്പം ഒന്ന് മുന്നിലേക്ക് പോവാ. ഇനി ഒന്ന് സൈഡിലേക്ക് പോവാ. ഓക്കെ, എങ്ങനെയാണ്? 1 2 1 2 മാറ്റൻ സൈഡിലേക്ക്. അപ്പൊ നമ്മുടെ ഈ സൈഡ് മസിൽസ് നമ്മൾ എപ്പോഴും മുന്നിലേക്കല്ലേ നടക്കുന്നത്, ബാക്കിലോട്ടും നടക്കാറില്ല. അപ്പൊ നമ്മുടെ ആ ഒരു മസിൽസ് എല്ലാം ആക്ടിവേറ്റ് ആവും. ഓക്കെ, മാറ്റി തന്നെ ചെയ്യാം. 1 2 1 2. ഓക്കെ, നിങ്ങൾക്ക് മുന്നിലേക്ക് ബാക്കിലേക്ക് പോവാണെങ്കിൽ മാറ്റിൽ തന്നെ നടക്കാം. മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് പോവുക, ബാക്കിലേക്ക് വരിക, മുന്നിലേക്ക് പോവുക, ബാക്കിലേക്ക് വരിക. ഓക്കെ, ഒരു 10 പ്രാവശ്യം. ഓക്കെ, മതി. നമുക്ക് സ്റ്റാൻഡിങ് ആസനയിൽ നമ്മൾ ആദ്യം താടാസന ചെയ്തു. ഓക്കെ, നമുക്കെല്ലാം ഓരോ റൗണ്ട് വെച്ചിട്ട് നോക്കാം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? കാലുകൾ ആദ്യം ചേർത്ത് വെട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ ബിഗിനർ ലെവലിൽ അത് അകത്തി വെച്ചാ ചെയ്യുന്നത്. അപ്പം ഒരു ഹിപ്പിന്റെ ഡിസ്റ്റൻസിൽ, ഹിപ്പ് വിത്തിലൊന്ന് അകത്തി വെക്കുക കാലുകൾ, കാൽപാദങ്ങൾ. കൈകൾ വശങ്ങളിൽ നിന്ന് മുകളിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൈകൾ കോർത്തിട്ട് കൈപ്പത്തികൾ തിരിച്ച് നേരെ മുകളിലേക്ക്. ഓക്കെ, നന്നായിട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ, കൈകളും ചെവിയും ചേർന്നിരിക്കണം. ഓക്കെ, മുന്നിലല്ല, ചേർന്നിരിക്കുക, അല്ലെങ്കിൽ അല്പം ബാക്കിൽ. ഓക്കെ, നന്നായിട്ട് വലിച്ചു പിടിക്കുക. ശ്വാസം എടുത്തു വിടുക. 1 2 3 4 5. ഇനി നമ്മൾ ശ്വാസം എടുത്തോണ്ട് മെല്ലെ ഉപ്പൂറ്റി ഉയർത്തുക, എന്നിട്ട് കാലിന്റെ വിരലുകളിലേക്ക് വരണം. ശ്വാസം എടുത്തോണ്ട് വരിക, അവിടെ ഹോൾഡ് ചെയ്യുക, നന്നായിട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് ശ്വാസം പിടിച്ചു വെക്കല്, ശ്വാസം വിട്ടുകൊണ്ട് നോർമലായിട്ട് ബ്രീത് ചെയ്യുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. നമുക്ക് 10 9 8 7 6 5 4 3 2 1.
മെല്ലെ ഉപ്പൂറ്റി തലയിൽ കൊണ്ടുവരാം. കൈകൾ റിലീസ് ചെയ്യാം. ഓക്കെ, ഇതാണ് താടാസന, പാം ട്രീ പോസ് എന്ന് പറയാം. ഇപ്പൊ കൈകൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മുന്നിൽ കൂടെ കൊണ്ടുവന്നിട്ട് മുകളിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരാം. നിങ്ങൾ അടുത്തൊരു റൗണ്ട്, നമ്മളിപ്പോ ഒരു റൗണ്ടാ ചെയ്തത്, നിങ്ങൾ അടുത്തൊരു റൗണ്ട് ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ, തലകറക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ കാലിന്റെ ഉപ്പൂറ്റി ഉയർത്തണ്ട. ജസ്റ്റ് ആദ്യം കാണിച്ച പോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നിർന്നാൽ മതി. ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കാലിന്റെ ഉപ്പൂറ്റി ഉയർത്തുക. ഓക്കെ, വലിച്ചു പിടിക്കുക, എന്നിട്ട് നിൽക്കുക. ഓക്കെ, അടുത്ത റൗണ്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് വീണ്ടും ഉയർത്തുക. നിങ്ങൾ അടുത്ത റൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ആസനയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരാം. ഓക്കെ, ഒരു റൗണ്ടും കൂടെ ചെയ്തോളൂ. ചെയ്യണമെങ്കിൽ ഒരു റൗണ്ടും കൂടെ ചെയ്തോളൂ. ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ജെർക്ക് വരല് കേട്ടോ രഞ്ജിത്തെ, ജെർക്ക് വരല്. ആസനകൾ ജെർക്ക് ചെയ്യല്ല. ഓക്കെ, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. പതുക്കെ പതുക്കെ ചെയ്യാം. ഓക്കെ, ശരീരം കിടന്ന് വിറക്കല്ല്. ഓക്കെ, അത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇത് വരും, പക്ഷെ അത്രയും സ്ട്രെയിൻ എടുക്കണ്ട. സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാനായിട്ട് നോക്കാം, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവൽ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നത്, അടുത്ത ലെവൽ പോവാണെങ്കിൽ കൈ കൊണ്ടുവന്നിട്ട് ഉപ്പൂറ്റി ഉയർത്തിട്ട് നമ്മുടെ കെട്ടിവെച്ച കൈയിലേക്ക്, ഓക്കെ, ഇന്റർലോക്ക് ചെയ്ത കൈയിലേക്ക് നോക്കണം. എന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. അത് അടുത്ത ലെവലാണ്. ഓക്കെ, ആദ്യം നിങ്ങൾ നിന്ന് നോക്കുക, എന്നിട്ട് പിന്നെ മുകളിലേക്ക്, ഓക്കെ, നമ്മൾ കോർത്ത് വെച്ച കൈയിലേക്ക് നോക്കണം. ഓക്കെ, അത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ. അപ്പൊ നമ്മുടെ ബാലൻസ് കുറച്ച് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നോക്കണം. ഓക്കെ, മതി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷാസനാണ്. വൃക്ഷാസന. ഓക്കെ, അതൊരു ബാലൻസിങ് പോസാ. ഓക്കെ, നമ്മുടെ മെമ്മറി പവർ ഒക്കെ കൂടാനൊക്കെ നല്ലതാണ് പ്രാക്ടീസ് ചെയ്യാൻ. അത് രണ്ട് വശത്തും ചെയ്യും, ലെഫ്റ്റിലും റൈറ്റിലും. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നല്ല ബാലൻസ് വേണം. ഓക്കെ, അപ്പൊ ആദ്യം ബിഗിനർ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുക. കസേര ആണെങ്കിൽ കസേര, ഓക്കെ, ചുമരിലാണെങ്കിൽ ചുമരിൽ നിൽക്കാം. ആദ്യം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക കാലയിൽ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, കാലുകൾ സാധാരണ പോലെ തന്നെ ഒന്ന് നകത്തി വെക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ എപ്പോഴും നമ്മുടെ ഏത് കൈയാണ് സ്ട്രോങ്, ഓക്കെ, എപ്പോഴും എല്ലാവർക്കും വലതേ സൈഡാണ്. അപ്പൊ വലതേ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കാലിന്റെ പാദം എടുത്തിട്ട്, അപ്പൊ ആദ്യം ബിഗിനർ ലെവലിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ആദ്യം ശരിക്കുള്ളതല്ല. നിങ്ങളുടെ കാൽമുട്ടിന്റെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ വെക്കുക, അകത്തേക്ക് സൈഡിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ കാൽമുട്ട് ഇങ്ങനെ ഫ്രണ്ടിലല്ല, സൈഡിലേക്ക്, ഹിപ്പ് ഇങ്ങനെ തള്ളിപ്പോവല്ലേ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കസേര പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ വെച്ചോളൂ. അപ്പൊ നമ്മള് റൈറ്റ് സൈഡിലാണെങ്കിൽ കസേര എവിടെ വരേണ്ടത്, ലെഫ്റ്റിലാണ് വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കാല് വെക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഓക്കെ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് മെല്ലെ നിങ്ങൾ കൈ ഒന്ന് ഉയർത്തുക. ഓക്കെ, റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് കൈ ഉയർത്തുക. കൈപ്പത്തി മുകളിലേക്ക് ഫേസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. അവിടെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. ബാലൻസ് ഓക്കെ ആണെങ്കിൽ മറുവശത്ത് ചെയ്യുക. ഓക്കെ, കൈ എടുത്ത് ലെഫ്റ്റ് കൈ മുകളിൽ കൊണ്ടുപോകാം, കൈപ്പത്തി മുകളിൽ. എന്നിട്ട് രണ്ടും കൂടെ മുകളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നമസ്കാര മുദ്ര ചെയ്യണം. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അങ്ങനെ വീഴുവാന്ന് തോന്നിക്കഴിഞ്ഞാൽ മെല്ലെ കൈയെടുത്ത് കസേരയിൽ വെക്കുക. അങ്ങനെ കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ശ്വാസം ഇപ്പൊ ശ്രദ്ധിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് വരുമ്പോ ശ്വാസം എപ്പോഴും കൈ മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടായിരിക്കും. ആസന അവിടെ ചെന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് പിടിച്ചു നിൽക്കല്ലേ. അവിടെ ചെന്നിട്ട് നോർമലായിട്ട് ബ്രീത് ചെയ്യുക. നിങ്ങൾക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും അത്ര നേരം ഹോൾഡ് ചെയ്യാം. ഓക്കെ, 10 സെക്കൻഡ് ആണെങ്കിൽ 10 സെക്കൻഡ്, 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ സപ്പോർട്ട് ഇല്ലാതെ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. കാൽമുട്ടിന്റെ താഴെ കൊണ്ടുവെക്കുക. ആദ്യം കൈകൾ വശങ്ങളിലേക്ക് കൊണ്ടുപോകാം.
ബാലൻസ് കിട്ടുന്നു നോക്കുക. ബാലൻസ് കിട്ടുന്നെങ്കിൽ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിൽ കൊണ്ടുവരിക. നമസ്കാര മുദ്ര മുകളിൽ, കൈന്റെ മുകളിൽ. ഓക്കെ, കൈമുട്ടുകളൊക്കെ മാക്സിമം നിവർത്താനായിട്ട് നോക്കുക. നട്ടെല്ലാം നിവർന്നിരിക്കട്ടെ. കാലിന്റെ മുട്ട് സൈഡിലേക്കാണ്. ഓക്കെ, ഹിപ്പ് തള്ളിപ്പോവല്, നേരെ നിൽക്കുക. ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫ്രണ്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. കണ്ണടക്കല്ലേ, കണ്ണടച്ചു കഴിഞ്ഞാൽ ബാലൻസ് പോകും. ഓക്കെ, അത് പിന്നീട് ബാലൻസ് ആയതിനു ശേഷം കണ്ണടച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ബാലൻസ് കൊണ്ടുവരാം. അപ്പം നമ്മൾ ആ ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മുടെ ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും. ചെയ്തോളൂ മാഡം. രജനി മാഡം. ഓക്കെ, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ചെയ്ത് പോയാൽ മതി. കാര്യം പഠിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോർമൽ വെർഷൻ നോക്കാം. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള വെർഷൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലിപ്പ ചെയ്ത് വെച്ചത് നമ്മുടെ കാൽമുട്ടിന് താഴെയല്ലേ, സൈഡില്. ഇനി മോളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കാൽമുട്ടിന്റെ പ്രശ്നമുള്ളവര് ചെയ്യല് ഞാൻ ആദ്യം പറഞ്ഞത് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പം ഉപ്പൂറ്റി എടുത്തിട്ട് നമ്മുടെ തൊടയുടെ അകത്ത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ നോക്കാം. ഒരിക്കലും നിങ്ങൾ കാൽമുട്ടിൽ വെക്കള്. ഒന്നീ കാൽമുട്ടിന് താഴെ അല്ലെങ്കിൽ കാൽമുട്ടിന് മുകളിൽ. ഓക്കെ, കാൽമുട്ടി വെച്ചാൽ അതിങ്ങനെ ബെൻഡ് ആവും. ഓക്കെ, അത് മാത്രമല്ല അത് കറക്റ്റ് അല്ല. ഓക്കെ, അതുപോലെ മുട്ട് പതുക്കെ സൈഡിൽ കൊണ്ടുവരാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്താലോ. ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ആദ്യം ഇങ്ങനെ നിന്ന് നോക്കുക, ബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണെങ്കിൽ കൈ വശങ്ങളിലേക്ക് കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യാം. കൈപ്പത്തി മലർത്തി മെല്ലെ മുകളിലേക്ക് ശ്വാസം എടുത്തോണ്ട്, ശ്വാസം വിട്ടോണ്ട് ഹോൾഡ് ചെയ്യാം. ബിന്ദുലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, ഗുഡ്. കൈ കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് ഉയർത്താൻ നോക്കിയേ. കൈമുട്ട് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ നോക്ക്. ശ്വാസം എടുത്തു വിടുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മറുവശത്ത് ചെയ്യാം. ശ്വാസം പിടിച്ചു വെക്കല്, നോർമലായിട്ട് ബ്രീത് ചെയ്യാം. ഓക്കെ, ഇനി മെല്ലെ ഒന്ന് കണ്ണടച്ചു നോക്കിയേ, ബാലൻസ് കിട്ടുന്നുണ്ടോന്ന്. മെല്ലെ കണ്ണടച്ചു നോക്കുക, അപ്പം ബാലൻസ് പോവും. ഓക്കെ, അപ്പൊ അത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്തോളൂ. കാലൊന്ന് ഷേക്ക് ചെയ്യുക നന്നായിട്ട്. കൈയൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യുക. ഓക്കെ, മസിൽ കയറി പിടിക്കണ്ട, അതുകൊണ്ടൊന്ന് ഷേക്കൊക്കെ ചെയ്തിട്ട് അടുത്ത് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസന. ഓക്കെ, അപ്പൊ ചില ആസനകൾ ചെയ്യുമ്പോൾ നമുക്കൊരു കൗണ്ടർ പോസ് ഉണ്ട്, അത് നിർബന്ധമായി ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പം താടാസന ഒന്നും കുഴപ്പമില്ല. അല്ലാതെ ഇപ്പം ചില ആസനകൾ, അങ്ങനത്തെ ഒരു ആസനയാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് പാദഹസ്താസന. പാദ എന്ന് വെച്ചാൽ കാൽപാദം, ഹസ്ത എന്ന് വെച്ചാൽ കൈ. അപ്പൊ കൈകൾ കാൽപാദത്തിൽ കൊണ്ടുവരുന്നതാണ് പാദഹസ്താസന. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഈ ബാക്കിലെ മസിൽസ് കുറച്ചുകൂടെ വലിഞ്ഞു വരണം താഴേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ സൂര്യ നമസ്കാരത്തിലെ ഒരു പോസാണ് പാദഹസ്താസനം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം ബിഗിനർ ലെവലിൽ കാലൊന്ന് അകത്തി വെക്കുക. ഓക്കെ, ശ്വാസം എടുത്തോണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം എങ്ങനെയാന്ന് ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നത്, ബട്ടക്സ് ബാക്കിൽ കൊണ്ടുവന്നിട്ട് കൂന് വരാതെ. ഓക്കെ, ശരീരത്തിന്റെ ലെങ്ത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ കറക്റ്റ് ഒരു എൽ ഫോമിൽ വരും. അപ്പൊ അതൊക്കെ താഴേക്ക് വരിക. താഴേക്ക് വന്നതിന് ശേഷം കൈ താഴെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ കാലൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. കാല് ബെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വയറ് വന്നിട്ട് തൊടയുടെ മുകളിൽ വരും. എന്നിട്ട് പതുക്കെ കൈകള് നമ്മുടെ കാൽപാദത്തിന്റെ വശങ്ങളിൽ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് അവിടെ അങ്ങ് വെക്കുക. വെച്ചിട്ട് തല BP ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് തലയൊന്ന് ഡ്രോപ്പ് ചെയ്യണ്ട, അവരൊക്കെ ഇത്രയും മതി. ഓക്കെ, ഇങ്ങനെ വന്ന് നിൽക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ.
വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ താഴോട്ട് പോവുക. ഓക്കെ, നട്ടലിനൊന്നും കുഴപ്പമില്ലെങ്കിൽ താഴോട്ട് പോവുക. കാൽമുട്ടൊന്ന് മടക്കിക്കോളൂ. എന്നിട്ട് കൈപ്പത്തി തറയിൽ പതിപ്പിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് മെല്ലെ ഒന്ന് കാൽമുട്ടൊന്ന് നിവർത്താനായിട്ട് നോക്കുക പറ്റുവാണെങ്കിൽ. എന്നിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീതിങ്, ശ്വാസം പിടിച്ചു വെക്കല്ലേ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തല ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, താടി നമ്മുടെ കാൽമുട്ടിനോട് ചേർത്ത് കൊണ്ടുവരാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ, നോർമൽ ബ്രീതിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാം. 5 4 3 2 1. ശ്വാസം എടുത്തോണ്ട് കൈകൾ വന്ന പോലെ തന്നെ കൈകൾ ആദ്യം നിവർത്തുക. കൈകൾ നിവർത്തി മുന്നിൽ കൊണ്ടുവന്ന ശേഷം മുകളിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് സൈഡിൽ കൂടെ റിലീസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചെയ്തോളൂ. ചെയ്തോ. ശ്വാസം എടുത്തോണ്ട് മുകളിലേക്ക് പോവാ. ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പിടിക്കാൻ പോകുന്ന പോലെ കൈ നിവർത്തി കൊണ്ടുവരാം. മെല്ലെ താഴേക്ക് പോവാ, പതുക്കെ, പറ്റുന്നത്ര. നട്ടല് നിവർത്തി വെക്കുക. നട്ടല് നിവർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റും അത്രയും പോയാൽ മതി. എന്നിട്ട് തിരിച്ചു വന്നോളൂ. ഓക്കെ, കാൽമുട്ട് മടക്കണമെങ്കിൽ കാൽമുട്ട് മടക്കിക്കോ. മടക്കിയിട്ട് നമ്മുടെ വയറ് വന്നിട്ട് തൊടയുടെ മുകളിൽ കൊണ്ടുവരാം. എന്നിട്ട് 2 കാൽപാദത്തിന്റെ സൈഡിൽ കൊണ്ടുവരാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക നോർമൽ ബ്രീതിങ്ങിൽ. എന്നിട്ട് ശ്വാസം എടുത്ത് മുകളിലേക്ക് വരിക. എന്നിട്ട് കൈകള് വശങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുക താഴെ. ഓക്കെ, ബാക്കിന്റെ പ്രശ്നങ്ങളുള്ളവര്, ഡിസ്കിന്റെ പ്രശ്നമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് താഴേക്ക് പോവല്ലേ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ആസനം ഞാൻ പറഞ്ഞില്ലേ, ചില ആസനകൾ ചെയ്യുമ്പോൾ അതിനെ കൗണ്ടർ പോസ് ചെയ്യണം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നിലേക്ക് ഫ്രണ്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് നമ്മൾ കൗണ്ടർ പോസ് ചെയ്യും. അതുകൊണ്ട് ചില ആസനങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൗണ്ടർ പോസ് ചെയ്യണം. അതിന്റെ ഒരു കൗണ്ടർ പോസ് ആണ് അടുത്തത് അർദ്ധചക്രാസനം. ഓക്കെ, അർദ്ധ എന്ന് വെച്ചാൽ പകുതി. ഒരു പകുതി ചക്രം പോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് പോകും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈകൾ നിങ്ങൾ ഇടുപ്പിൽ ഇങ്ങനെ വെച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ ഷോൾഡർ, കൈമുട്ടുകൾ തമ്മിൽ പരസ്പരം പാരലൽ ആയിട്ട് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ തള്ളവിരല് തമ്മിൽ കൂട്ടി കൊണ്ടുവരിക ബാക്കിൽ ഇങ്ങനെ. അപ്പൊ നിങ്ങളുടെ കൈയുടെ മുട്ടുകൾ പാരലായിട്ട് വരും. ഓക്കെ, പരസ്പരം നോക്കിയിരിക്കുന്ന രീതിയിൽ കൊണ്ടുവരും. ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഓക്കെ, ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, ആദ്യം ശ്വാസം എടുക്കുക. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. കഴുത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവര്, ഒരുപാട് പ്രശ്നമുള്ളവർ ഒരുപാട് ഡ്രോപ്പ് ചെയ്യില്ല. ഓക്കെ, അതിനുശേഷം പതുക്കെ ശരീരം ഒന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, എത്ര പോകാൻ പറ്റും അത്രയും പോവാ. ശ്വാസം എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് ഒന്ന് നോർമൽ ബ്രീതിങ്ങിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, പറ്റുന്ന അത്രേ പോവുള്ളൂ ബാക്കിലേക്ക്. ഓക്കെ, തലകറക്കം അങ്ങനത്തെ പ്രശ്നമുള്ളവരൊന്നും ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ രഞ്ജിത്ത്. കാൽമുട്ട് നിവർത്തി തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹിപ്സ് ഒരുപാട് പുഷ് ചെയ്യേണ്ട. ഓക്കെ, നമ്മുടെ ബാക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക കുറച്ചു നേരം. ഓക്കെ, ഹിപ്പ് മടക്കണ്ട, ഹിപ്പ് മടക്കാതെ ചെയ്യാനായിട്ട് നോക്കുക. ഹിപ്പ് മടക്കാതെ, സോറി, കാൽമുട്ട് മടക്കാതെ എത്ര പോകാൻ പറ്റും അത്രയും ഒന്ന് പോവാ. ഈ സൈഡ് വ്യൂ തന്നോള് മാഡം, സോന മാഡം ആൻഡ് രജനി മാഡം. ഓക്കെ, എനിക്ക് സൈഡ് വ്യൂ ആണ്. നിങ്ങൾ സൈഡിൽ നിന്ന് ചെയ്യാം, എന്നാലും എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. സൈഡിൽ അങ്ങനെ നിൽക്കുക. ഇനി കൈകൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഇടുപ്പിൽ കൊണ്ടുവരിക. എന്നിട്ട് കൈയിന്റെ തള്ളവിരൽ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന രീതിയിൽ ബാക്കിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങളുടെ കൈമുട്ടുകൾ തമ്മിൽ പരസ്പരം നോക്കിയിരിക്കുന്ന രീതിയിൽ വരും. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ടൊന്ന് ബാക്കിലേക്ക് പോവാം. ഓക്കെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് നോർമൽ ബ്രീതിങ് മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ച് ബാക്കിലേക്ക് പോവാം. ഓക്കെ, അവിടെ ഹോൾഡ് ചെയ്യുക. 5
4 3 2 1. എന്നിട്ട് മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. എന്നിട്ട് കൈകൾ റിലീസ് ചെയ്യുക. ഓക്കെ ഓക്കെ, റിലീസ് ചെയ്തോളൂ. ഇപ്പൊ ഒന്ന് റൊട്ടേറ്റ് ചെയ്തോളൂ. ഫോറും. ഓക്കെ, കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, കൈയൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മസിൽ സ്ട്രെയിൻ ഒക്കെ വരുവാണെങ്കിൽ മാറിക്കോളൂ. ഓക്കെ, കാലൊക്കെ നന്നായിട്ട് കുറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ബാക്ക്വേർഡ് ചെയ്യണം, കൗണ്ടർ പോസ് ചെയ്യണം കേട്ടോ. ആ കാര്യം ഒരു ആസനം എപ്പോഴും അതിന് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ആസനയാണ്. പാദഹസ്താസനം ചെയ്യുമ്പോൾ എപ്പോഴും അർദ്ധചക്രാസനം ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു ആസനം നോക്കാം നമുക്ക്. അടുത്തത് ഏതാണ്? ത്രികോണാസന. ഓക്കെ, ത്രികോണാസന എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പോസ് എന്ന് പറയും. ഓക്കെ, ചതുരംഗം അല്ല, ചതുരംഗം എന്താണ് പറയുന്നത്? ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ആ ട്രയാങ്കിൾ പോലെ നമ്മുടെ കാലിന്റെ ആ ഒരു ഇത് വരും. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ പോസ് എന്ന് പറഞ്ഞു. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ കാല് അകത്തി വെക്കണം, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് അകത്തി വെക്കണം. അതായത് ഷോൾഡർ ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് അകത്തി വെക്കണം, ഒരു 3 to 4. ഓക്കെ, ഇത്ര ഏകദേശം. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ആദ്യം ചെയ്യുന്ന നോക്കുക. ഓക്കെ, അറിയാവുന്നവര് ചെയ്തോളൂ, അപ്പൊ അറിയാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കാലകത്തി വെച്ചിട്ട്, കാലകത്തി വെക്കുമ്പോഴേ ശ്രദ്ധിക്കുക, കാൽപാദം തമ്മിൽ പാരലൽ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു കാൽപാദം മുന്നിലും ഒരു കാല് ബാക്കിലും ഒന്നുമല്ല. ഓക്കെ, യോഗ ആസനം എന്ന് പറയുമ്പോൾ അലൈൻമെന്റ് ആണ്. ഓക്കെ, അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ കെട്ടുമ്പോൾ കണ്ടില്ലേ, മേശിരിമാര് അളന്നിട്ട് കറക്റ്റ് ആയിട്ട് അവരിങ്ങനെ അളന്നാ ചെയ്യുന്നത്, ഒരു ഇതൊക്കെ വെച്ച്. അതേപോലെ തന്നെ ആസനകളും അലൈൻമെന്റ് ആണ്. ഒരു കാലിങ്ങനെ വെച്ചാൽ അടുത്ത കാലിങ്ങനെ വരും, എന്നാലേ ആസന കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ കാൽപാദന്റെ, അതായത് കാലിന്റെ വിരലുകളും കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ പാരലായിട്ട് വരണം. ഓക്കെ, കൈകൾ എങ്ങനെയാന്ന്? കൈകൾ വശങ്ങളിലേക്ക് ആദ്യം കൊണ്ടുപോകാം. കൈകൾ വശങ്ങളിലേക്ക് കൊണ്ടുവന്ന ശേഷം കൈപ്പത്തി വന്നിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ഫേസിങ് ഇങ്ങനെ ആക്കുക. ഓക്കെ, ഒരേ ഇതിലായിരിക്കണം. ഓക്കെ, അതായത് ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിൽ കൈ ഒരേ രേഖയിലായിരിക്കണം, ഒരേ ലൈനിലായിരിക്കണം. ഓക്കെ, ഇവിടുന്ന് മെല്ലെ എന്താ ചെയ്യുക? നമ്മളിപ്പോ വലതേ സൈഡ് ചെയ്യണം. ആദ്യം വലതേ സൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ വലതേ കാല് വന്നിട്ട് 90 ഡിഗ്രീസ് വലത്തോട്ട് തിരിക്കുക ഇങ്ങനെ. അപ്പൊ തിരിക്കുമ്പോഴും നിങ്ങളുടെ കാലിന്റെ ഉപ്പൂറ്റി, അതായത് വലതേ കാലിന്റെ ഉപ്പൂറ്റിയും ഇടതേ കാലിന്റെ ഉപ്പൂറ്റിയും ഏകദേശം ഒരേ ലൈനിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ശീലിക്കുക. എന്തെങ്കിലും പിടിക്കാൻ പോകുന്ന പോലെ ഒന്ന് മുന്നിലേക്ക് പോവുക, തിരിച്ചു വരിക, ഒന്ന് മുന്നിലേക്ക് പോവുക, തിരിച്ചു വരിക. ഇങ്ങനെ ഒന്ന് ചെയ്യാം. ആദ്യം കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഹിപ്പിന്റെ ഒക്കെ പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും വലിച്ചു കൊടുക്കല്. ഓക്കെ, പറ്റുന്ന രീതിയിൽ ചെയ്യാം. എന്നിട്ട് അവിടുന്ന് ഓക്കെ അത് ചെയ്യുക, ഒരു 5 പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുക, 5-10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം മെല്ലെ ഈ കൈ താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും പോവാം. മൊത്തത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ കാൽമുട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നിന്നാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പോയിട്ട് ഓക്കെ കൈ വന്നിട്ട് നമ്മുടെ കാൽപാദത്തിന്റെ ബാക്കിലായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ കൈ മുകളിൽ വരും. അപ്പൊ നിങ്ങളുടെ ഇടതേ കൈയും ഒരേ ലൈനിൽ വരും. ഓക്കെ, കണ്ടോ ട്രയാങ്കിൾ കണ്ടോ? അപ്പൊ ഇതാണ് ട്രയാങ്കിൾ പോസ് എന്ന് പറയുന്നത്. കഴുത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, കഴുത്തിന്റെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ നേരെ കഴുത്തൊന്ന് തിരിച്ചിട്ട് നമ്മുടെ ഇടതേ കൈയിന്റെ മുകളിലേക്ക് നോക്കുക. ഓക്കെ, പ്രശ്നമില്ലെങ്കിൽ. ഓക്കെ, എത്ര പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും പോവുക. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യുക 5 സെക്കൻഡ്. 5 4 3 2 1. അവിടെ നിന്ന് മെല്ലെ തിരിച്ചു വരിക. ഓക്കെ, എന്നിട്ട് കാൽപാദം തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, കൈ റിലീസ് ചെയ്യുന്നില്ല, കാര്യം നമ്മൾ ഇടതേ സൈഡും കൂടെ ചെയ്യണം. അപ്പൊ ഇടതേ സൈഡ് ഇതുപോലെ. അപ്പം പറ്റാത്തവർക്ക് എങ്ങനെയാന്ന്? കാല് ഇങ്ങനെ തിരിച്ച് സൈഡിലേക്ക് പോയി പതുക്കെ പോവുക. പതുക്കെ പോയിട്ട് നമുക്ക് കാൽമുട്ടിലൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ സൈഡിലൊന്ന് പിടിച്ചിട്ട് ഈ കൈ മുകളിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് മെല്ലെ നോക്കുക, ഒരച്ചിട്ട് താഴോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ പതുക്കെ പോവുക. എത്ര പോകാൻ പറ്റും അത്രയും താഴോട്ട് പോവുക. ഓക്കെ, എന്നിട്ട് 2 കൈയും ഒരേ ലൈനിൽ വരണം. ഓക്കെ, അവിടുന്ന് മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട്
തിരിച്ചു വരിക. ഓക്കെ, എന്നിട്ട് മറുവശത്ത് ചെയ്യാം. മറുവശത്ത് എങ്ങനെ ചെയ്യുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ഇടതേ കാൽപാദം തിരിച്ച് 90 ഡിഗ്രീസ്. കാലിന്റെ ഉപ്പൂറ്റി ഒരേ ലൈനിലായിരിക്കണം. അതായത് ഇടതേ കാലിന്റെയും വലതേ കാലിന്റെയും ഇടതേ കാലിന്റെ ഉപ്പൂറ്റി ഒരേ ലൈനിലായിരിക്കും. എന്നിട്ട് ഇവിടെ ഒന്ന് ചെയ്യാം. പിടിക്കാൻ പോകുന്ന പോലെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. കേട്ടെ? ഓക്കെ, പതുക്കെ ചെയ്താൽ മതി, ഒരുപാട് ഇട്ടാക്കില്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് മെല്ലെ ഓക്കെ പറ്റുന്ന അത്രയും പോവാം. അപ്പൊ വീണ്ടും ഇടതേ സൈഡിൽ എങ്ങനെ ശ്വാസം വിട്ടോണ്ട് അവിടെ ചെന്നിട്ട് നോർമൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാം. 5 4 3 2 1 ശ്വാസം എടുത്തോണ്ട് മെല്ലെ വരും. ഓക്കെ, കാല് നോർമൽ പൊസിഷൻ ആക്കുക, കൈകൾ മെല്ലെ റിലീസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി ഒന്ന്, അപ്പൊ ആദ്യം കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഇത്ര സമയമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ അപ്പൊ കുറച്ചുകൂടെ ഇതാവും. ഇപ്പൊ നമുക്ക് സമയമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബുക്ക്ലെറ്റ് കാര്യങ്ങൾ ഇട്ട് തരാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സമയത്രായി. ഓക്കെ, നമുക്ക് ഇരുന്നോളൂ. ഓക്കെ, ഇരുന്നല്ല, കിടന്നോളൂ. ശവാസനം ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രീതിങ് കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ഒരു 5 മിനിറ്റും കൂടെ. ഓക്കെ, കിടന്നോളൂ, ശവാസനയിൽ കിടക്കുക. ഓക്കെ, ശവാസനം നമ്മൾ സുപ്പൈൻ ഒരു പോസ്റ്ററാണ്. അപ്പം അങ്ങനെയാണ്. കിടന്നിട്ട് കാലുകൾ അകത്തി വെക്കുക. ഓക്കെ, മാറ്റിന്റെ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യാം. കൈകളും അതേപോലെ 2 വശങ്ങളിലായിട്ട് മാറ്റിന്റെ 2 വശങ്ങളിൽ കൈകൾ കൊണ്ടുപോവുക. കൈപ്പത്തി മലർത്തി. അപ്പൊ കാലിന്റെ വിരലുകൾ 2 സൈഡിൽ പോയി കിടക്കും. ഓക്കെ, നിങ്ങളുടെ തലയുടെ ബാക്കും നെഞ്ച്, അതായത് നമ്മുടെ ബാക്ക് സൈഡ് നന്നായിട്ട് പതിഞ്ഞിരിക്കണം. അപ്പൊ താടി വന്നിട്ട് അല്പം ചേർന്ന് വരും. ഓക്കെ, കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നമ്മുടെ നാക്കും കൃഷ്ണമണി ഒന്നും അനങ്ങാൻ പാടില്ല. നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണിന്റെ കൃഷ്ണമണി എല്ലാം സ്റ്റില്ലാണ്. എന്നിട്ട് ശ്വാസത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. കംപ്ലീറ്റ് റിലാക്സേഷൻ. ഓക്കെ, ശരീരത്തിൽ എങ്ങും ഒരു ടെൻഷനും പാടില്ല. തളർത്തി കിടത്തുക ശരീരം. നന്നായിട്ട് റിലാക്സ് ചെയ്യുക. നോർമൽ ബ്രീതിങ്. ഓരോ ശ്വാസം ഒന്ന് കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോൾ ആ ശ്വാസം ഒന്ന് കൗണ്ട് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വന്ന് മെല്ലെ പുറത്തേക്ക് പോയി ഒരു റൗണ്ട്. അടുത്തത് അങ്ങനെ മെല്ലെ കൗണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കുക, റിലാക്സ്ഡ് ആയിട്ട്. മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. മെല്ലെ ശരീര അബോധത്തിലേക്ക് വരിക. ശരീരം അറിയാനായിട്ട് ശ്രമിക്കുക. ദീർഘമായ ശ്വാസം എടുത്തുവിടാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ,
എക്സേൽ. കാലുകൾ മെല്ലെ ചേർത്തോളൂ. കൈകൾ രണ്ടും തലയ്ക്ക് മുകളിൽ കൊണ്ടുപോവാ. ഇന്റർലോക്ക് ചെയ്യുക. കൈകൾ കോർത്ത് കൈപ്പത്തി മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്ട്രെച്ച് എടുക്കുക. ഓക്കെ, താഴെ നിന്ന് മുകളിൽ നിന്ന് ആരെങ്കിലും വലിക്കുന്ന പോലെ നല്ലൊരു സ്ട്രെച്ച് എടുക്കുക. എന്നിട്ട് മെല്ലെ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇടതേ കാൽമുട്ട് മടക്കി കാൽപാദം തറയിൽ ചവിട്ടി വെക്കുക. എന്നിട്ട് മെല്ലെ വലത് സൈഡിലേക്ക് ചരിഞ്ഞ് കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കൈയുടെ സഹായത്തോടെ മെല്ലെ എഴുന്നേക്കാം. എന്നിട്ട് ഇരുന്നോളൂ. ഒരു 5 മിനിറ്റും കൂടെ എടുക്കട്ടോ, അതോ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യണം? എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണെങ്കിൽ പോയിക്കോളൂ. ഓക്കെ, ഒന്ന് പ്രയർ ചെയ്യുക. സ്വന്തമായിട്ടൊന്ന് പ്രയർ ചെയ്തിട്ട് നിങ്ങൾ ലോഗൗട്ട് ചെയ്തോളൂ. ഓക്കെ, നാളെ കാണാം. നമ്മൾ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇരുന്നോ. ഒരു 5 ഞാനൊരു പ്രാണായാമം കൂടെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഇരുന്നോളൂ. ഓക്കെ, ശരി. ഇരിക്കാൻ പറ്റുന്നവരെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ ലേറ്റ് ആയിട്ട് വരാം. കറക്റ്റ് 6 മണിക്ക് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 6:15 ആവുന്നുണ്ട് ഇപ്പൊ. ഓക്കെ ഓക്കെ, അപ്പം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. നമ്മൾ കപാലഭാതി ചെയ്തായിരുന്നു അല്ലേ? അപ്പം നമുക്കത് ചെയ്തു പോകാൻ ഇപ്പൊ സമയമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് തരാം. അത് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം കപാലഭാതി ചെയ്യുക. ഓക്കെ, കപാലഭാതി സൂക്ഷ്മമായ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ പ്രാണായാമത്തിന് മുമ്പ് ചെയ്യാം, കുറച്ച് നല്ലതായിരിക്കും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു പ്രാണായാമം നോക്കാം. അനുലോമ വിലോമ എന്ന് പറയും. ഓക്കെ, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കസേര ഇരുന്നും ചെയ്യാം. കസേര ഇരിക്കുന്നവർക്ക് അങ്ങനെ കസേര ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ തറയിൽ ഇരുന്ന് ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നട്ടല്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ നട്ടല് നിവർത്തി വെച്ചിട്ടിരിക്കുക. ഓക്കെ, തല ബാക്കിൽ നിന്ന് ചാരി വെക്കാതെ തന്നെ നട്ടല് നിവർത്തി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്മാസനമൊക്കെ പറയുന്നത്. പദ്മാസനാർദ്ധ പദ്മാസനം ഒക്കെ പറയുമ്പോൾ നമ്മൾ പദ്മാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ നട്ടല് നിവർന്നിരിക്കുക. അതുകൊണ്ടാണ് പണ്ട് ഋഷിമാരും മുനിമാരും ഒക്കെ പദ്മാസനത്തിലൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നതായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നട്ടല് നിവർന്നു വരും. ഓക്കെ, നമ്മൾ സുഖാസനത്തിൽ ഇരുന്നാൽ പോലും ചിലപ്പോൾ നമ്മുടെ നട്ടല് ഇങ്ങനെ താഴെ വരും. പദ്മാസനം ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് നട്ടല് നിവർന്നു വരും. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതാ പദ്മാസനം. ഓക്കെ, പദ്മാസനം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നട്ടല് കറക്റ്റായിട്ട് നിവർന്നു വരും. ഓക്കെ, അപ്പം എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് പ്രാക്ടീസിലേ വരുത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അർദ്ധസ്ഥിതാസനം ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സുഖാസനത്തിൽ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ, ഇടുന്ന നമ്മുടെ നമുക്ക് യോഗയിൽ മുദ്രകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചിൻമുദ്ര ഒക്കെ ഇങ്ങനെ വെക്കുന്നത് മുദ്രകൾ എന്ന് പറയും. അപ്പൊ അത് 2 മുദ്രകൾ വെക്കണം. ഒന്ന് ചിൻമുദ്ര തന്നെ. ചിൻമുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടവിരലും, ഇൻഡെക്സ് ഫിംഗറും ചൂണ്ടുന്ന വിരലില്ലേ, അത് രണ്ടും ഇങ്ങനെ ചേർത്ത് ഒരു വട്ടമാക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള വിരലുകൾ നിവർന്നിരിക്കും. ഓക്കെ, അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ടവിരൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തമ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഒരു വട്ടം പോലെ ആക്കുക. എന്നിട്ട് അത് നമ്മുടെ ഇടതേ കൈ ചെയ്യണം. ഇവിടെ വലതേ കൈയിൽ നമ്മൾ വിഷ്ണു മുദ്ര എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പ്രാണമുദ്ര. അതെങ്ങനെയാ ചെയ്യുന്നത്? ഇത് നമ്മുടെ 5 വിരലുണ്ടല്ലോ, ഇതിൽ നിന്ന് നമ്മുടെ ഈ 2 വിരലുകളും, ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും നമ്മുടെ മിഡിൽ ഫിംഗറും അത് മടക്കണം. ബാക്കി 2 വിരലുകളും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, തമ്പും. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, ബ്രീതിങ്ങിൽ. അപ്പൊ നമ്മുടെ റൈറ്റ് നോസ്ട്രലിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ തമ്പ് ഉപയോഗിച്ചും, നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രലിനെ, ഓക്കെ, 2 ഹോൾസ് ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ റിംഗ് ഫിംഗറും, ഓക്കെ, മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇതിലേക്കൂടെ ശ്വാസം എടുക്കും, ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ ശ്വാസം വിടും. അപ്പൊ നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് ലെഫ്റ്റിൽ കൂടെ ആയിരിക്കും. നമ്മൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ലെഫ്റ്റിൽ കൂടെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒന്ന് ശ്വാസമൊക്കെ ഇടുന്ന് എടുത്തു വിടുക, ഒന്ന് റെഡി ആവുക. അതിനുശേഷം നമ്മൾ നമ്മുടെ തം ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വലത്, ഇത് ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കല്, ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ഇവിടെ ഒരു ബോൺ ഉണ്ട്, സെപ്റ്റൽ ബോൺ. ആ ബോണിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറുതായിട്ട് അടഞ്ഞോളൂ. ഓക്കെ, നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരുപാട് ഇങ്ങനെ പ്രസ് ഒന്നും ചെയ്ത് കൊടുക്കല്. എന്നിട്ട് മെല്ലെ ആദ്യം ഒന്ന് ശ്വാസം നിങ്ങൾ പുറത്തു വിടാം. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ലെഫ്റ്റിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ
ചെയ്ത് കഴിയുമ്പോഴും അവസാനിക്കുന്നതും എക്സൈൽ ചെയ്യുന്നതും ലെഫ്റ്റിൽ കൂടെ ആയിരിക്കണം. അപ്പം ഇന്ന് ഇൻസ്ട്രക്ഷൻസ് കേട്ടോളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ശ്വാസം ലെഫ്റ്റിൽ കൂടെ ശ്വാസം പുറത്ത് വിടുക. ഓക്കെ, ഈ ഫിംഗർ കൊണ്ട് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിൽ കൂടെ ശ്വാസം പതുക്കെ വിടുക. ഫുള്ളായിട്ട് എക്സൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് എക്സൈൽ ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റിൽ കൂടെ ശ്വാസം എടുക്കുക. മെല്ലെ ശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിൽ ഫുള്ള് വന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മളെ ക്ലോസ് ചെയ്യണം. ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക. എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ വിഷ്ണു മുദ്രയിൽ നമ്മുടെ റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത്, അപ്പൊ ശ്വാസം ഉള്ളിൽ നിൽക്കുന്നത് ഒരു സെക്കൻഡ് വല്ല ഇങ്ങനെ ഹോൾഡ് ചെയ്യും ആ സമയത്ത്. എന്നിട്ട് മെല്ലെ നമ്മുടെ റൈറ്റിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, റൈറ്റിൽ കൂടെ ശ്വാസം പുറത്ത് വിടുക. ഫുള്ളായിട്ട് പോയതിനു ശേഷം വീണ്ടും റൈറ്റിൽ കൂടെ ശ്വാസം എടുക്കുക. റൈറ്റിൽ കൂടെ ശ്വാസം എടുത്ത് ഫുള്ളായിട്ട് അകത്തേന്ന് വന്ന ശേഷം റൈറ്റ് ക്ലോസ് ചെയ്യണം. എങ്ങനെ ക്ലോസ് ചെയ്യണം? നമ്മുടെ തം ഫിംഗർ അല്ലെ, പെരുവിരൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ തള്ളവിരൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റിൽ കൂടെ എക്സീൽ ചെയ്യാം, ഒരു റാ പോലെ. ഓക്കെ, അകത്തേക്ക് ലെഫ്റ്റിൽ നിന്ന് അകത്തേക്ക് പോയി നിങ്ങൾക്ക് ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റ് ഓപ്പൺ ചെയ്ത് റൈറ്റ് കൂടെ പുറത്ത് പോയി, പിന്നെ റൈറ്റിൽ നിന്ന് അകത്തേക്ക് വന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് പോയി. അതാവുമ്പോൾ നിങ്ങളുടെ ഒരു റൗണ്ട് ആവും. ഓക്കെ, അങ്ങനെ 5 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, അതാണ് അനുലോമ വിലോമ, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. ഓക്കെ, ചിലർക്ക് ശ്വാസം കൂടുതൽ വരും, ചിലർക്ക് കുറച്ച് വരുത്തുള്ളൂ. ഓക്കെ, മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ആദ്യം നിങ്ങളൊന്ന് കിടന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ റൈറ്റ് നോസ്ട്രിൽ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുക. ഓക്കെ, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉപ്പ് സെലൈൻ ഡ്രോപ്സ് എന്ന് പറയും. ഓക്കെ, ഉപ്പുവെള്ളമാണ് ശരിക്കുള്ളത്. അത് ഒന്ന് മൂക്കിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അത് മരുന്നല്ല, ശരിക്കും ഉപ്പിന്റെ. അതാണെങ്കിൽ മൂക്കൊക്കെ ഓപ്പൺ ആയത്. അല്ലെങ്കിൽ ഒന്ന് ആവിയൊക്കെ പിടിച്ചാൽ മതി, ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഒരു 2 റൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഒന്ന് ചെയ്തോളൂ. സാവധാനം എടുത്താൽ മതി, ഒരുപാട് വലിച്ച് എടുക്കണ്ട. സാവധാനം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, റൈറ്റ് കൂടെ പുറത്ത് വിടുക, വീണ്ടും റൈറ്റിൽ നിന്ന് എടുക്കുക. ഇല്ല, ഒരു റൗണ്ടായി. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ലെഫ്റ്റ് കൈ ചിൻമുദ്രയിൽ തന്നെ വെക്കുക, റൈറ്റ് കൈ വിഷ്ണു മുദ്ര വെച്ച് ചെയ്യുക.